വെൽക്കം ബാക്ക് ടു +2 സോഷ്യോളജി ഓൺലൈൻ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 8th ചാപ്റ്റർ സ്ട്രക്ചറൽ ചേഞ്ച്, ഘടനാപരമായ മാറ്റം എന്ന പാഠഭാഗം ചർച്ച ചെയ്തു. ഹിയർ വി ഡിസ്കസ്ഡ് കൊളോണിയലിസം ആൻഡ് ഇറ്റ് ഇസ് ഡ്രൈവിംഗ് ഫോഴ്സ്, ക്യാപിറ്റലിസം, ഇറ്റ് ഇസ് സീക്വൻസസ്, അർബണൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. എന്താണ് കൊളോണിയലിസം, അതുപോലെ തന്നെ അതിൻ്റെ ചാലകശക്തിയായ ക്യാപിറ്റലിസം, മുതലാളിത്തം എന്താണ്, അതുപോലെ തന്നെ ഈ കൊളോണിയലിസത്തിൻ്റെ അനന്തരഫലമായിട്ട് സംഭവിച്ച വ്യവസായവൽക്കരണം, നഗരവൽക്കരണം തുടങ്ങിയ പ്രക്രിയകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. ഈ ഘടനാപരമായ മാറ്റം, നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച ഘടനാപരമായ മാറ്റം എങ്ങനെ ജനങ്ങളെ ബാധിച്ചു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. Today we are going to discuss 9th chapter, cultural change. Cultural change, സാംസ്കാരിക മാറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, these two changes are interconnected. പരസ്പരം ബന്ധിതമാണ്. പരസ്പരം ബന്ധപ്പെട്ട രണ്ട് മാറ്റങ്ങളാണ് സാംസ്കാരിക മാറ്റവും ഘടനാപരമായ മാറ്റവും. ഇത് രണ്ടും ഒരുമിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സാംസ്കാരികപരമായിട്ട് സംഭവിച്ച മാറ്റങ്ങളാണ്. രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സോഷ്യൽ റിഫോമേഴ്സ് ലൈക്ക് രാജാറാം മോഹൻ റോയ്, റാനഡെ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ഇങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ ബോധപൂർവം ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എഗെയിൻസ്റ്റ് discrimination against women and lower caste people, സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം, താഴ്ന്ന വിഭാഗങ്ങൾക്ക്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്കെതിരെയുള്ള വിവേചനം, ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില സോഷ്യൽ എവിൾസ്, സാമൂഹ്യപരമായിട്ടുള്ള ദുരാചാരങ്ങൾ, സതി പോലെയുള്ള സമ്പ്രദായങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾക്കെതിരെയൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സാംസ്കാരിക മാറ്റങ്ങളിൽ പെടുന്നതാണ്. ഇങ്ങനെ ബോധപൂർവം ഉണ്ടാക്കിയ ചില മാറ്റങ്ങളുണ്ട്. അതേസമയം ബോധപൂർവമല്ലാതെ സംഭവിച്ച ചില മാറ്റങ്ങളുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് സാൻസ്ക്രിറ്റൈസേഷൻ, സംസ്കൃതവൽക്കരണം, വെസ്റ്റേണൈസേഷൻ, പാശ്ചാത്യവൽക്കരണം, സെക്യുലറൈസേഷൻ, മതേതരവൽക്കരണം, ഇങ്ങനെ അതുപോലെ വെസ്റ്റേണൈസേഷൻ, ആധുനികവൽക്കരണം, ഇങ്ങനെയുള്ള ചില പ്രക്രിയകളാണ് ബോധപൂർവമല്ലാത്ത സാംസ്കാരിക മാറ്റങ്ങളിൽ ഉൾക്കൊള്ളുന്നത്. ഇങ്ങനെയുള്ള സാംസ്കാരിക മാറ്റങ്ങളെക്കുറിച്ചാണ്, നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞു 2 types ഓഫ് കൾച്ചറൽ ചേഞ്ചസ് ക്രിയേറ്റഡ് ബൈ കൊളോണിയലിസം. കോളനി ഭരണം കൊണ്ടുവന്ന 2 രൂപത്തിലുള്ള സാംസ്കാരിക മാറ്റങ്ങൾ. ഫസ്റ്റ് വൺ, ഡെലിബറേറ്റ് ആൻഡ് കോൺഷ്യസ് എഫേർട്ട് ടു എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ലോവർ കാസ്റ്റ് പീപ്പിൾ. അടിച്ചമർത്തപ്പെടുന്ന താഴ്ന്ന ജാതികൾക്കെതിരെയും അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയും നിലനിൽക്കുന്ന വിവേചനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ പരിഷ്കർത്താക്കൾ ബോധപൂർവം കൊണ്ടുവന്ന മാറ്റങ്ങൾ, അതല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. മറ്റൊന്ന് നമ്മൾ പറഞ്ഞു, ബോധപൂർവമല്ലാതെ സമൂഹത്തിൽ സംഭവിച്ച സാംസ്കാരിക മാറ്റങ്ങൾ, സംസ്കൃതവൽക്കരണം, മതേതരവൽക്കരണം പോലെയുള്ള മാറ്റങ്ങൾ. ആദ്യം നമുക്ക് ബോധപൂർവമുണ്ടാക്കിയ സാംസ്കാരിക മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ഇൻ ദി 19th ആൻഡ് ഏർലി 20th സെഞ്ച്വറി. 19ാം നൂറ്റാണ്ടിലെയും 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെയും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. 19ാം നൂറ്റാണ്ടിൽ കൊളോണിയൽ ഇന്ത്യൻ സമൂഹം നേരിട്ട വെല്ലുവിളികൾക്കെതിരെയുള്ള പ്രതികരണമായാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. അതായത് സമൂഹത്തിൽ നിലനിന്നിരുന്ന വിവേചനങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരംഭിച്ച പ്രസ്ഥാനം. ദി ഫൈറ്റ് എഗെയിൻസ്റ്റ് ദീസ് സോഷ്യൽ എവിൾസ് ആക്ച്വലി സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഇൻ ദി പ്രീ കൊളോണിയൽ പീരീഡ്. കോളനി ഭരണകാലത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ
ഇങ്ങനെയുള്ള സാമൂഹ്യ വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നിലനിന്നിട്ടുണ്ട്. ദി സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ഓഫ് ദി 19th century ഹാവ് ടു റിമാർക്കബിൾ ഫീച്ചേഴ്സ്. 19ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് രണ്ട് സവിശേഷതകളുണ്ട്. അതിലൊന്നാമത്തേത്, ഒരു ആധുനിക പശ്ചാത്തലത്തിലാണ് ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ് ഇറ്റ് കോമ്പൈൻഡ് ദി മോഡേൺ ഐഡിയാസ് ഓഫ് വെസ്റ്റേൺ ലിബറലിസം ആൻഡ് എ ന്യൂ ലുക്ക് ഓൺ ട്രഡീഷണൽ ലിറ്ററേച്ചർ. ഈ ഉയർന്നു വന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പാശ്ചാത്യ ആശയങ്ങളുടെയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പരമ്പരാഗത ആശയങ്ങളുടെയും ഒരു സംയോജനമായിരുന്നു. അതായത് യൂറോപ്യൻ ആശയങ്ങളുടെയും ഇന്ത്യയിലെ പരമ്പരാഗതമായി നിലനിൽക്കുന്ന ആശയങ്ങളുടെയും ഒരു മിക്സ്ഡ് ഫോം, സംയോജനമായ ഒരവസ്ഥയായിരുന്നു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നത്. ഇതിന് ചില ഉദാഹരണങ്ങളാണ്: ദി ഫൗണ്ടർ ഓഫ് ബ്രഹ്മ സമാജ്, രാജാറാം മോഹൻ റോയ്, യൂസ്ഡ് വെസ്റ്റേൺ ഐഡിയാസ് ഓഫ് ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് നാച്ചുറൽ റൈറ്റ്സ് ആസ് വെൽ ആസ് ഹിന്ദു ശാസ്ത്രാസ് ടു അറ്റാക്ക് ദി പ്രാക്ടീസ് ഓഫ് സതി. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനായ രാജാറാം മോഹൻ റോയ് സതി എന്ന ദുരാചാരത്തെ എതിർക്കുന്നതിനു വേണ്ടി പാശ്ചാത്യ ആശയങ്ങളും ഹൈന്ദവ ശാസ്ത്രങ്ങളും ഉപയോഗിച്ചു. നമുക്കറിയാം, അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ദുരാചാരമായിരുന്നു സതി. ഭാര്യ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി രാജാറാം മോഹൻ റോയ് പോരാടി. അതിനുവേണ്ടി ആധുനിക ആശയങ്ങളും ഇന്ത്യയുടെ പരമ്പരാഗത ആശയങ്ങളും അദ്ദേഹം സമന്വയിപ്പിച്ചു. അതുപോലെ തന്നെ അനദർ എക്സാമ്പിൾ, റാനഡെ യൂസ്ഡ് മോഡേൺ നോളേജ് ആൻഡ് ഹിന്ദു ശാസ്ത്രാസ് ടു ജസ്റ്റിഫൈ വിഡോ റീമാരേജ്. പ്രാർത്ഥനാ സമാജത്തിൻ്റെ നേതാവായ റാനഡെ വിധവാ വിവാഹത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി ആധുനിക വിജ്ഞാനങ്ങളും അതോടൊപ്പം തന്നെ ഹൈന്ദവ ശാസ്ത്രങ്ങളും ഉപയോഗപ്പെടുത്തി. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ന്യൂ എഡ്യൂക്കേഷൻ, ആധുനിക അതല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ രീതി. അതുപോലെ തന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് വിരേശലിംഗം. നമ്മളിവിടെ ഉദാഹരണമായി പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം വിവേചനങ്ങളും ദുരാചാരങ്ങളും അവസാനിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി ആധുനിക വെസ്റ്റേൺ ആശയങ്ങളും ഇന്ത്യയുടെ പരമ്പരാഗത ആശയങ്ങളും സമന്വയിപ്പിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് ഒരു ആധുനിക പശ്ചാത്തലമുണ്ടെന്ന്. സോഷ്യോളജിസ്റ്റ് സതീഷ് സബർവാൾ എലാബറേറ്റ്സ് അപ്പോൺ ദിസ് മോഡേൺ കോണ്ടെക്സ്റ്റ്. കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ മാറ്റങ്ങളുടെ 3 തലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സതീഷ് സബർവാൾ ഈ പശ്ചാത്തലത്തെ, ആധുനിക പശ്ചാത്തലത്തെ വിശദീകരിക്കുന്നു. മാറ്റങ്ങളുടെ 3 തലങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഫസ്റ്റ് വൺ, മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വിനിമയ രീതികൾ. നമുക്കറിയാലോ, ഡ്യൂറിങ് ദി കൊളോണിയൽ പീരീഡ് മെനി ഗ്രേറ്റ് ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഇൻ ദി മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കോളനി ഭരണകാലത്ത് വിനിമയ രീതികളിൽ വലിയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ന്യൂ ടെക്നോളജീസ് ബ്രോട്ട് ബൈ കൊളോണിയലിസം ഇൻക്രീസ്ഡ് ദി സ്പീഡ് ഓഫ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പുതിയ സാങ്കേതിക വിദ്യകൾ വ്യത്യസ്തമായ വിനിമയ രീതികളുടെ വേഗത വർദ്ധിപ്പിച്ചു. ദി പ്രിൻറ്റിംഗ് പ്രസ്, ടെലഗ്രാഫ്, മൈക്രോഫോൺ, സ്റ്റീംഷിപ്സ് ആൻഡ് റെയിൽവേസ് ഹെൽപ്ഡ് ദി ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ന്യൂ ഐഡിയാസ്. അച്ചടിയന്ത്രം, ടെലഗ്രാഫ്, മൈക്രോഫോൺ, ആവിക്കപ്പലുകൾ, റെയിൽവേ തുടങ്ങിയ പുതിയ ആശയങ്ങൾ തുടങ്ങിയവ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പുതിയ ആശയങ്ങൾ വേഗത്തിൽ പ്രചരിപ്പിക്കാൻ ജനങ്ങളെ സഹായിച്ചു. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ആവശ്യമായ സ്ഥലങ്ങളിലെ സന്ദർശനത്തിനും ഇത് വഴിയൊരുക്കി. സെക്കൻഡ് ആസ്പെക്ട് ഓഫ് ചേഞ്ച് ഇൻ കൊളോണിയൽ പീരീഡ് ഈസ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ്. സംഘടനാരൂപങ്ങൾ. ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ് മെനി മോഡേൺ സോഷ്യൽ ഓർഗനൈസേഷൻസ് ലൈക്ക് ദി ബ്രഹ്മ സമാജ് ആൻഡ് ആര്യ സമാജ് വേർ സെറ്റപ്പ്. ബ്രഹ്മസമാജം, ആര്യസമാജം പോലെയുള്ള ധാരാളം ആധുനിക സാമൂഹ്യ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. 1914 അഖിലേന്ത്യാ മുസ്ലിം വനിതാ കോൺഫറൻസ് സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ
Indian reformers held public meetings to propagate their ideas. ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ പരിഷ്കർത്താക്കൾ സമ്മേളനങ്ങൾ നടത്തി. Then another aspect of change in colonial period is nature of ideas. ആശയങ്ങളുടെ സ്വഭാവം. The new ideas of liberalism and freedom spread among the people. പുതിയ ആശയങ്ങളായ ഉദാരവാദം, സ്വാതന്ത്ര്യം തുടങ്ങിയവ ജനങ്ങൾക്കിടയിൽ അതിവേഗം പ്രചരിച്ചു. അതുപോലെ തന്നെ പുതിയ പല ആശയങ്ങളും ഉയർന്നു വന്നു. അതുപോലെ തന്നെ ദി വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ബിക്കെയിം വെരി ഇമ്പോർട്ടൻറ്റ്. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം വർദ്ധിച്ചു. ദി ഐഡിയ ഓഫ് ഫീമെയിൽ എഡ്യൂക്കേഷൻ വാസ് ഡിബേറ്റഡ് ഹോട്ട്ലി. ഇക്കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസം എന്നുള്ളത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊണ്ടു. സാമൂഹ്യ പരിഷ്കർത്താവായ ജ്യോതിബ ഫുലെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ വിദ്യാലയം ആരംഭിച്ചത്. These social reform movements upheld some common ideas. However, there were also significant differences. ഇങ്ങനെ ഉയർന്നു വന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് പൊതുവായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങളും അവയ്ക്കിടയിൽ നിലനിന്നിരുന്നു. Some movements gave importance to the problems faced by the upper caste, middle class, women and men, but some others concentrated on questions like caste discriminations. ഉയർന്ന ജാതിക്കാരും മധ്യവർഗക്കാരുമായ സ്ത്രീകളും പുരുഷന്മാരും നേരിട്ടിരുന്ന പ്രശ്നങ്ങൾക്കാണ് ചില പ്രസ്ഥാനങ്ങൾ പ്രാധാന്യം നൽകിയത്. അതേസമയം ചില പ്രസ്ഥാനങ്ങൾ ജാതിപരമായി നിലനിൽക്കുന്ന വിവേചനങ്ങൾക്കെതിരെയാണ് പോരാട്ടം നയിച്ചത്. അതേസമയം മുസ്ലിം സാമൂഹ്യ പരിഷ്കർത്താക്കൾ ബഹുവിവാഹം, അതുപോലെ പർദ്ദ എന്നീ സമ്പ്രദായങ്ങൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത്. ബഹുവിവാഹത്തിനെതിരെ നിലകൊണ്ട ഒരാളാണ് ജഹനാര ഷാനവാസ്. ഇക്കാലത്ത് ചില എതിർ പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നിരുന്നു. അതിനൊരു ഉദാഹരണമാണ് സതിയെ എതിർത്തുകൊണ്ട് ബ്രഹ്മസമാജം നിലകൊണ്ടപ്പോൾ സതി നിലനിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ധർമ്മസഭ എന്നൊരു സംഘടന ഉയർന്നു വന്നു. അതുപോലെ മെനി പീപ്പിൾ ഇൻക്ലൂഡിംഗ് ദളിത്സ് അറ്റാക്ഡ് ആൻഡ് കംപ്ലീറ്റ്ലി റിജക്റ്റഡ് ഹിന്ദുയിസം. ദളിതർ ഉൾപ്പെടെയുള്ള നല്ലൊരു വിഭാഗം ഹൈന്ദവ മതത്തെ എതിർത്തു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് സാമൂഹ്യ ദുരാചാരങ്ങൾക്കെതിരെയും വിവേചനങ്ങൾക്കെതിരെയും ഉയർന്നു വന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ഇവയൊക്കെ നമ്മുടെ സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. Then we have to discuss about this deliberate changes in colonial period. കോളനി ഭരണകാലത്ത് ഉണ്ടായ അത്ര ബോധപൂർവമല്ലാത്ത മാറ്റങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. Here we have to discuss about 4 changes or processes: sanskritization, modernization, secularization and westernization. സംസ്കൃതവൽക്കരണം, ആധുനികവൽക്കരണം, മതേതരവൽക്കരണം, പാശ്ചാത്യവൽക്കരണം എന്നീ പ്രക്രിയകളെക്കുറിച്ചാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ദീസ് ആർ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ്. നമ്മളീ പറഞ്ഞ ആശയങ്ങൾ വ്യത്യസ്തമായ ആശയങ്ങളാണ്. എന്നാൽ ഇവ പരസ്പരം ബന്ധപ്പെട്ടതും പലപ്പോഴും ഒരുമിച്ച് സംഭവിക്കുന്നതുമാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ ചേഞ്ചസ്. വ്യത്യസ്ത രൂപത്തിലുള്ള സാമൂഹ്യ മാറ്റം. ഫസ്റ്റ് വൺ, സാൻസ്ക്രിറ്റൈസേഷൻ, സംസ്കൃതവൽക്കരണം. ദി ടേം സാൻസ്ക്രിറ്റൈസേഷൻ വാസ് കോയിൻഡ് ബൈ എം.എൻ. ശ്രീനിവാസ്. സംസ്കൃതവൽക്കരണം എന്ന പദം കൊണ്ടുവന്നത് സമൂഹശാസ്ത്രജ്ഞനായ എം.എൻ. ശ്രീനിവാസാണ്. സാൻസ്ക്രിറ്റൈസേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ ലോവർ കാസ്റ്റ് ഓർ ട്രൈബ് ഓർ എനി അതർ ഗ്രൂപ്പ് ടേക്സ് ഓവർ ദി കസ്റ്റംസ്, റിച്വൽസ്, ബിലീഫ്സ്, ഐഡിയോളജി ആൻഡ് സ്റ്റൈൽ ഓഫ് ലൈഫ് ഓഫ് ഹയർ ക്ലാസ് ഓർ കാസ്റ്റ്. താഴ്ന്ന ജാതിയിലോ അതല്ലെങ്കിൽ ഗോത്രത്തിലോ മറ്റു വിഭാഗത്തിലോ പെട്ടവർ ഉയർന്ന ജാതിക്കാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതശൈലിയും സ്വീകരിക്കുന്ന പ്രക്രിയക്കാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. അതായത് ലോവർ കാസ്റ്റ് മെമ്പേഴ്സ് ഹയർ ക്ലാസ് മെമ്പേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുക, അനുകരിക്കുക. താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരെ അനുകരിക്കുന്ന ഒരു പ്രക്രിയക്കാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. ബ്രാഹ്മണവൽക്കരണം എന്ന പദമാണ് എം.എൻ. ശ്രീനിവാസ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് സംസ്കൃതവൽക്കരണം എന്നാക്കി മാറ്റി. സാൻസ്ക്രിറ്റൈസേഷൻ സജസ്റ്റ്സ് എ പ്രോസസ് whereby people want
to improve their status through adoption of names and customs of culturally high-placed groups. താഴ്ന്ന വിഭാഗം ആളുകൾ അവരുടെ പദവി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്നവരുടെ ജീവിത രീതികൾ അനുകരിക്കുകയോ അതല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്യുന്ന പ്രക്രിയ. ഇത് അവരുടെ രാഷ്ട്രീയ പദവിയെ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ തങ്ങൾ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന ഒരു ആത്മബോധം സൃഷ്ടിക്കപ്പെടുന്നതിനും ഇത് കാരണമാകുന്നു എന്ന് എം.എൻ. ശ്രീനിവാസ് വാദിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഉയർന്ന ജാതിക്കാരുടെ ജീവിതശൈലികൾ അനുകരിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. ഇങ്ങനെ ഉയർന്ന വിഭാഗത്തിൻ്റെ ജീവിത രീതികൾ പിന്തുടരാൻ ശ്രമിച്ച താഴ്ന്ന ജാതിക്കാരെ ഉയർന്ന ജാതിക്കാർ നിഷ്കരുണം ശിക്ഷിച്ചിട്ടുണ്ട്. സംസ്കൃതം പഠിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ മേലിൽ എതിർപ്പ് നേരിടുകയും ഒറ്റപ്പെടുത്തപ്പെടുകയും ചെയ്ത കുമുദ് പവാഡയുടെ ആത്മകഥ ഈ പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. The concept of Sanskritization has been criticized by many. എം.എൻ. ശ്രീനിവാസിൻ്റെ സംസ്കൃതവൽക്കരണം എന്ന സങ്കല്പം പലതരത്തിലുള്ള വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിമർശനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എം.എൻ. ശ്രീനിവാസിൻ്റെ സംസ്കൃതവൽക്കരണം എന്ന ആശയവും ഈ ആശയം നേരിട്ട വിമർശനങ്ങളും എക്സാമുകൾക്കൊക്കെ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് സംസ്കൃതവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ? ഫസ്റ്റ് വൺ, സാൻസ്ക്രിറ്റൈസേഷൻ എക്സാജറേറ്റ്സ് സോഷ്യൽ മൊബിലിറ്റി. സംസ്കൃതവൽക്കരണം എന്ന ഈ ആശയം സാമൂഹ്യ ചലനാത്മകതയെ പെരുപ്പിച്ചു കാണിക്കുന്നു. സമൂഹത്തിലുള്ള സാധാരണ ചലനാത്മകതയെ പെരുപ്പിച്ച് കാണിക്കുന്നതാണ് സംസ്കൃതവൽക്കരണം. Sanskritization brought no structural change. It brought only positional change of some individuals. ഈ സംസ്കൃതവൽക്കരണം ഘടനാപരമായ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ചില വ്യക്തികളുടെ സ്ഥാനങ്ങളിൽ മാത്രമാണ് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സംസ്കൃതവൽക്കരണം എന്ന ആശയം നേരിട്ട മറ്റൊരു വിമർശനമാണ് Sanskritization accepts the ways of the upper caste as superior and that of the lower caste as inferior. സംസ്കൃതവൽക്കരണം എന്ന ആശയം മേൽജാതിക്കാരുടെ അതായത് ഉന്നത ജാതിക്കാരുടെ ജീവിത രീതിയെ ശ്രേഷ്ഠമായിട്ടുള്ളതും താഴ്ന്ന ജാതിക്കാരുടെ ജീവിത രീതിയെ അധമവുമായി കണ്ടു. ലൈഫ് സ്റ്റൈൽ ഓഫ് അപ്പർ കാസ്റ്റ്, ഉയർന്ന ജാതിക്കാരുടെ ജീവിത രീതി ശുദ്ധമായതും താഴ്ന്ന ജാതിക്കാരുടേത് മോശമായ ജീവിത രീതിയുമായി വിലയിരുത്തി. അതുപോലെ തന്നെ മറ്റൊരു വിമർശനമാണ് സാൻസ്ക്രിറ്റൈസേഷൻ സീസ് ടു ജസ്റ്റിഫൈ എ മോഡൽ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇനിക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ. അസമത്വം, ബഹിഷ്കരണം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള മാതൃകയെ ന്യായീകരിച്ചു. ഇറ്റ് സീംസ് ടു ജസ്റ്റിഫൈ പൊല്യൂഷൻ ആൻഡ് പ്യൂരിറ്റി ഓഫ് ഗ്രൂപ്പ്സ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ശുദ്ധാശുദ്ധ സങ്കല്പത്തെയും ഇത് ന്യായീകരിച്ചു. മറ്റൊരു വിമർശനമാണ് സാൻസ്ക്രിറ്റൈസേഷൻ റിസൾട്ട്സ് ഇൻ ദി അഡോപ്ഷൻ ഓഫ് അപ്പർ കാസ്റ്റ് റൈറ്റ്സ് ആൻഡ് റിച്വൽസ്. സംസ്കൃതവൽക്കരണം കൊണ്ട് ഉയർന്ന ജാതിക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങൾ താഴ്ന്ന ജാതിക്കാർ സ്വീകരിക്കുന്നു. ഇത് സ്ത്രീകളുടെ ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ സ്ത്രീധന സമ്പ്രദായം, അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് അതർ ഗ്രൂപ്പ്സ്, ജാതി വിവേചനം എന്നിവയ്ക്ക് കാരണമായി തീർന്നു. അതുപോലെ തന്നെ ദി ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദലിത് കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റി ആർ എറോഡഡ്. ദലിത് സംസ്കാരങ്ങളുടെയും സമൂഹത്തിൻ്റെയും പ്രധാന സവിശേഷതകൾ നഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ 5 വിമർശനങ്ങളാണ് പ്രധാനമായും സംസ്കൃതവൽക്കരണം എന്ന ആശയം നേരിട്ടത്. ദെൻ വെസ്റ്റേണൈസേഷൻ, പാശ്ചാത്യവൽക്കരണം. പാശ്ചാത്യവൽക്കരണം എന്ന പ്രക്രിയയാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വെസ്റ്റേണൈസേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ദി വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽസ് ആർ ഇമിറ്റേറ്റഡ്. പാശ്ചാത്യരുടെ ജീവിത രീതികളെ അനുകരിക്കുന്ന ഒരു പ്രക്രിയയാണ് പാശ്ചാത്യവൽക്കരണം. ദി ടേം വെസ്റ്റേണൈസേഷൻ ജനറലി മീൻസ് ദി ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ ദി ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ ഡ്യൂ ടു വെസ്റ്റേൺ കോണ്ടാക്ട്, പർട്ടിക്കുലർലി ഓഫ് ബ്രിട്ടീഷ് റൂൾ. പാശ്ചാത്യ സംസ്കാരവുമായും ബ്രിട്ടീഷുകാരുമായി ഇന്ത്യക്കുണ്ടായിരുന്ന സമ്പർക്കത്തിൻ്റെ ഫലമായിട്ട് രാജ്യത്തുണ്ടായ മാറ്റങ്ങളെയാണ് പൊതുവെ പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. പാശ്ചാത്യരോടുള്ള സമ്പർക്കം മൂലം രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ.
M.N. Srinivas defines Westernization as the changes brought about in Indian society and culture, result of over 150 years of British rule. 150-ലേറെ വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായി ഇന്ത്യൻ സമൂഹത്തിലും സംസ്കാരത്തിലുമുണ്ടായ മാറ്റങ്ങളാണ് പാശ്ചാത്യവൽക്കരണം എന്ന് M.N. ശ്രീനിവാസ് നിർവചിക്കുന്നു. നമുക്കറിയാം, പാശ്ചാത്യരുമായുള്ള സമ്പർക്കം മൂലം നമ്മുടെ ആശയങ്ങളിലും സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളിലുമെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ പാശ്ചാത്യരോട്, അതായത് യൂറോപ്പിനോടുള്ള സമ്പർക്കത്തിലൂടെയുണ്ടായ മാറ്റങ്ങൾ, അവരോടുള്ള അനുകരണത്തിനാണ് പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ചിന്തയിലും ജീവിത രീതിയിലും എല്ലാം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. മാത്രമല്ല, ഇന്ത്യൻ കലകളെയും സാഹിത്യത്തെയും വരെ ഈ പാശ്ചാത്യവൽക്കരണം സ്വാധീനിച്ചിട്ടുണ്ട്. According to Srinivas, the lower castes tried to be Sanskritized, whereas the upper caste tried to be Westernized. M.N. ശ്രീനിവാസിൻ്റെ അഭിപ്രായത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ സംസ്കൃതവൽക്കരിക്കപ്പെടാനും ഉയർന്ന ജാതികൾ പാശ്ചാത്യവൽക്കരിക്കപ്പെടാനുമാണ് ശ്രമിച്ചത്. സംസ്കൃതവൽക്കരണം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരെ അനുകരിക്കുന്നതിനാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മോഡേണൈസേഷൻ ആൻഡ് സെക്യുലറൈസേഷൻ, ആധുനികവൽക്കരണവും മതേതരവൽക്കരണവും. The term modernization refers to the paths of development adopted by Western Europe and North America between 17th and 19th centuries. 17, 18, 19 നൂറ്റാണ്ടുകളിൽ പശ്ചിമ യൂറോപ്പും വടക്കേ അമേരിക്കയും സ്വീകരിച്ച വികസനത്തിൻ്റെ പാതയെയാണ് ആധുനികവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ ആധുനികവൽക്കരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടായി. In the early years of 20th century, improvement in technology and production processes was considered as modernization. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിൽ സാങ്കേതിക വിദ്യയിലെയും ഉൽപ്പാദന പ്രക്രിയയിലും പുരോഗതിയെയും പലരും ആധുനികവൽക്കരണം എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ദി ട്രാൻസ്ഫോർമേഷൻ ഫ്രം ട്രഡീഷണൽ സൊസൈറ്റീസ് ടു മോഡേൺ സൊസൈറ്റി ഈസ് ഓൾസോ കോൾഡ് മോഡേണൈസേഷൻ. പഴയ സമൂഹത്തിൽ നിന്നും, അതായത് പരമ്പരാഗത സമൂഹങ്ങളിൽ നിന്നും പുതിയ സമൂഹമായിട്ട്, പരിഷ്കൃത സമൂഹമായിട്ടുള്ള മാറ്റത്തിനും എന്തു പറയുന്നു? സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നു. ആധുനികവൽക്കരണം സങ്കുചിതമായ വീക്ഷണങ്ങളെ എതിർക്കുന്നു. ഇറ്റ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു യൂണിവേഴ്സൽ കമ്മിറ്റ്മെൻറ്റ്സ് ആൻഡ് കോസ്മോപൊളിറ്റൻ ആറ്റിറ്റ്യൂഡ്സ്. ഞങ്ങൾ എന്നുള്ള സങ്കുചിത മനോഭാവത്തിൽ നിന്നും മോചിപ്പിച്ച് സാർവദേശീയമായ പ്രതിബദ്ധതകളെ പ്രതിഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഗിവ്സ് പ്രയോറിറ്റി ടു യൂണിറ്റി ആൻഡ് സയൻസ്. ശാസ്ത്രത്തിനും പ്രയോജനത്തിനുമൊക്കെ മേൽക്കൈ നൽകുന്നു. അതുപോലെ മനുഷ്യൻ്റെ മനോഭാവത്തെ നയിക്കേണ്ടത് ജ്ഞാനം, അവൻ്റെ അറിവായിരിക്കണം, അതല്ലാതെ വിധിയാവരുത്. അതുപോലെ ആധുനികവൽക്കരണത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ബർത്ത് ഷുഡ് നോട്ട് ബി ദി ബേസിസ് ഓഫ് ദി അസോസിയേഷൻസ് ഇൻ വിച്ച് മെൻ ലിവ് ആൻഡ് വർക്ക്. ദേ ഷുഡ് ബി ബേസ്ഡ് ഓൺ ചോയ്സ്. മനുഷ്യൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകളുടെ അടിസ്ഥാനം ജനനമായിരിക്കരുത്, അത് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കണം. അതായത് ജാതി പോലെയുള്ള സ്ഥാപനങ്ങളെയൊക്കെ ഇത് എതിർക്കുന്നു. ഒരാളുടെ സ്ഥാനം നിർണ്ണയിക്കപ്പെടേണ്ടത് അവൻ്റെ ജന്മം കൊണ്ടാവരുത്, അവൻ്റെ തിരഞ്ഞെടുക്കലും പ്രയത്നവുമായിരിക്കണം അതിൻ്റെ അടിസ്ഥാനം. ഇന്ത്യയിൽ ആധുനികതയും പാരമ്പര്യവും പരസ്പരം കെട്ടുപിണഞ്ഞാണ് കിടക്കുന്നത്. അതായത് ഇന്ത്യൻ സമൂഹത്തിൽ ആധുനികതയും പാരമ്പര്യവും ഇടകലർന്നാണ് നിലകൊള്ളുന്നത്. ഇവിടെ ചർച്ച ചെയ്യാനുള്ള മറ്റൊരു ആശയമാണ് സെക്കുലറൈസേഷൻ, മതേതരവൽക്കരണം. ഇൻ ദി മോഡേൺ വെസ്റ്റ്, സെക്കുലറൈസേഷൻ മീൻസ് എ പ്രോസസ് ഓഫ് ഡിക്ലൈൻ ഇൻ ദി ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയൻ. പാശ്ചാത്യ ലോകത്ത് മതങ്ങളുടെ സ്വാധീനം കുറയുന്ന ഒരു പ്രക്രിയക്കാണ് മതേതരവൽക്കരണം എന്ന് പറയുന്നത്. അതായത് ജനങ്ങളിൽ മതത്തിനുള്ള സ്വാധീനം കുറയുക, മതവിശ്വാസങ്ങളിലുള്ള സ്വാധീനം കുറയുന്ന ഒരു പ്രക്രിയ. ദി വിത്ഡ്രോവൽ ഫ്രം റിലീജിയസ് ഓർഗനൈസേഷൻസ്, മതസ്ഥാപനങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ പിൻവാങ്ങൽ. അതിനുദാഹരണമാണ് പള്ളിയിൽ പോവാതിരിക്കുക എന്നത്.
Decrease in religious beliefs are the main indicators of secularization. മതവിശ്വാസങ്ങളിൽ ജനങ്ങൾക്ക് കുറവ് സംഭവിക്കുക എന്നിവയൊക്കെയാണ് മതേതരവൽക്കരണത്തിൻ്റെ സൂചകങ്ങൾ. ജനങ്ങളിൽ മതത്തിൻ്റെ സ്വാധീനം കുറയുക, മതവിശ്വാസത്തിൽ കുറവ് സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് മതേതരവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 9th ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇവിടെ സംഭവിച്ച സാംസ്കാരിക മാറ്റങ്ങളാണ്. 2 തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ബോധപൂർവം കൊണ്ടുവന്ന മാറ്റങ്ങൾ, സോഷ്യൽ റിഫോമേഴ്സ് സ്ത്രീകൾക്കെതിരെയും അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാർക്കെതിരെയുമൊക്കെ നിലനിൽക്കുന്ന ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സതി അവസാനിപ്പിച്ചതൊരു ഉദാഹരണമാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതി മറ്റൊരു ഉദാഹരണമാണ്. ആദ്യകാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യസിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അഭ്യസിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെതിരെ ചില സാമൂഹ്യ പരിഷ്കർത്താക്കൾ പോരാടി. ഇങ്ങനെ ബോധപൂർവം കൊണ്ടുവന്ന മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ബോധപൂർവമല്ലാത്ത ചില മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽപ്പെട്ടതാണ് സംസ്കൃതവൽക്കരണം, അതുപോലെ തന്നെ വെസ്റ്റേണൈസേഷൻ, സെക്കുലറൈസേഷൻ, മതേതരവൽക്കരണം, പാശ്ചാത്യവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ഭാഗമാണ് ഈ സാംസ്കാരിക മാറ്റങ്ങൾ എന്നതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ ബോധപൂർവം സംഭവിച്ച മാറ്റങ്ങളും ബോധപൂർവമല്ലാതെ സംഭവിച്ച മാറ്റങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം.